എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റുള്ള വണ്ടികൾക്ക് അധികം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികളൊക്കെ ഹോൺ അടിച്ചുകൊണ്ട് നിൽക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ ടെൻഷനാവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. എനിക്ക് റോഡിലേക്ക് എടുക്കണം. സ്വാഭാവികമായിട്ട് ഞാനൊരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഈ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടികളൊക്കെ മനസ്സിലാക്കും, അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പോകുന്നു എന്ന്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പെട്ടെന്ന് കയറുന്ന സമയത്ത് ബാക്കിലെ വണ്ടിക്കൊക്കെ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ അവർക്കറിയില്ല നിങ്ങൾ പെട്ടെന്ന് കയറുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഹോൺ അടിക്കും, നിങ്ങൾക്ക് ടെൻഷനാവും. അപ്പോൾ മറ്റുള്ള വണ്ടിയെ ബുദ്ധിമുട്ടാക്കുകയാണ് നിങ്ങൾ. ഇൻഡിക്കേറ്റർ ഇടാതെ നിങ്ങളിങ്ങനെ കയറുന്ന സമയത്ത് ചിലപ്പോൾ നല്ല സ്പീഡിലൊക്കെ വരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം പാടുപെടും അവരുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും മറ്റുള്ള വണ്ടികളെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യണം. ഞാനിപ്പോൾ എങ്ങനെയാണ് അത് ഡ്രൈവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രാക്ടിക്കലി നോക്കുക. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, 1 മിനിറ്റ് താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ കാർ ആക്സസറീസിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിംസും ട്രാവൽ വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിന്നും പതിയെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു, ഫസ്റ്റ് ഗിയർ ആക്കി, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, പതിയെ ഹാഫ് ക്ലച്ച് ആക്കി, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പതിയെ ഞാൻ ആക്സിലറേറ്ററിലേക്ക് കൊടുക്കുന്നു. ലൈറ്റായിട്ട് വണ്ടി മൂവ് ആവുന്നുണ്ട്. ബാക്കിൽ നിന്നൊന്നും വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തി പ്രാക്ടിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നത്. കുറച്ച് കയറിയിട്ടാകുമ്പോൾ തന്നെ ഞാൻ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. എങ്ങനെയത് ഞാൻ മനസ്സിലാക്കണം? ലെഫ്റ്റ് ടയർ എവിടെയാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നിങ്ങളോട് മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ ഇത് റോഡിലേക്ക് കയറി കഴിയുമ്പോൾ, ടാറിംഗ് റോഡിലേക്ക് കയറി കഴിയുമ്പോൾ ഉടനെ എന്ത് ചെയ്യണം? ഉടനെ നിങ്ങൾ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കണം. ഞാൻ ഇതാ ഒന്ന് സ്പീഡാക്കി സെക്കൻഡ് ഗിയർ ആക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹൈവേയിലേക്ക് കയറുന്ന സമയത്ത് 2 സൈഡും നോക്കണം. നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കിയിരിക്കണം. അതായത് ഒരുപാട് റോഡിലേക്ക് കയറരുത്. റോഡിലേക്ക് കയറിയിട്ടല്ല സ്റ്റഡിയാക്കേണ്ടത്. പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ റോഡിലേക്ക് കയറിയിട്ട് കുറേ പകുതി എത്തിയിട്ടാണ് പിന്നെ സ്റ്റഡിയാക്കുന്നത്. അങ്ങനെയല്ല സ്റ്റഡിയാക്കേണ്ടത്. സ്റ്റഡിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടയറും റോഡിലേക്ക് കറക്റ്റായിട്ട് കയറിയെന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ സ്റ്റഡിയാക്കിയിട്ട് സൈഡ് ചേർത്ത് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ ഇതാ സ്പീഡ് കൂട്ടി 3rd ഗിയർ ആക്കി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയില്ല. നോക്കുക, ഞാനിപ്പോൾ ഇതേപോലെ പോകുന്നു. എനിക്ക് എവിടെ നിന്നെങ്കിലും ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. ഇൻഡിക്കേറ്റർ കൊടുക്കാതെ പെട്ടെന്ന് ടേൺ ചെയ്യരുത്. അതേപോലെ തന്നെ ചില ആളുകൾ ഇൻഡിക്കേറ്റർ കൊടുക്കുകയും ടേൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒന്നിച്ചായിരിക്കും. ഇതിനൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനോട് എന്ത് അർത്ഥമാണുള്ളത്, എന്ത് കാര്യമാണുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിയാൻ പോകുന്നു എന്നാണ്. ഞാൻ തിരിയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ പല ആളുകളും തെറ്റായ രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവുകയില്ല. ഇതേപോലെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടൊക്കെ വരും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ മാക്സിമം സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ഒരു മിററിലൂടെ, ഈ ഒരു ലെഫ്റ്റ് മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്ലിയറൻസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ സൈഡ് ചേർത്തിട്ട് തന്നെയാണോ പോകുന്നതെന്ന്. അത് കൂടാതെ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കുക, റോഡിൻ്റെ ബോർഡർ കാണുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയില്ല. മറ്റുള്ള വണ്ടികൾക്കൊന്നും നിങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഓവർടേക്ക് ചെയ്യുന്ന ആൾ ഓവർടേക്ക് ചെയ്തിട്ട് പോയിക്കോളും. പെട്ടെന്നെതിരെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ 3rd ഗിയറിലാണ് പോകുന്നത്, പതിയെ പോകുന്നു. ഇപ്പോൾ ഒരു ടേണിംഗ് എത്തി. ഈ ടേണിംഗ് എത്തുന്ന സമയത്താണ് പലരും തെറ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സൈഡൊക്കെ മറന്നു പോകും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പോകേണ്ടതെന്ന് മാർക്കും, നമ്മൾ റൈറ്റ് സൈഡിലൂടെയൊക്കെ ടേൺ ചെയ്തിട്ട് എടുക്കും. അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് ചേർത്തിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. ഒരിക്കലും മറന്നു പോകരുത്. വളവ് വരുന്ന സമയത്ത് ആ വണ്ടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ആദ്യം കറക്റ്റായിട്ട് പോകും വളവ് തുടങ്ങുന്ന സമയത്ത്, പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും റോങ് ആയിട്ടുണ്ടാവും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എപ്പോഴും വളവ് തുടങ്ങി തീരുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക.
ഇത് പല ആളുകളും തെറ്റിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എടുത്തു പറയാൻ വേണ്ടിയിട്ട് കാരണം. ഞാനിപ്പോൾ തേർഡ് ഗിയറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു മിനിമം സ്പീഡിലാണുള്ളത്. നിങ്ങൾ നോക്കുക, വീണ്ടും ഒരു വളവ് വരുന്നുണ്ട്. ഇത് കുറച്ച് വലിയ വളവാണ്. ഹോൺ അടിച്ചു. അപ്പുറ സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്ന വളവുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൺ അടിക്കണമെന്നില്ല, പക്ഷെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഹോൺ അടിക്കണം. കണ്ടില്ലേ, തേർഡ് ഗിയറിൽ നമ്മൾ ഈ വളവ് തിരിഞ്ഞു പോകുന്നു. കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കഴിയും. എതിരെ നിന്ന് പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ കറക്റ്റായിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. റൈറ്റ് സൈഡിലെ മിറർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും, എത്ര സ്പേസ് ആണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാകും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്. നോക്കി നിങ്ങൾ, വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം. ഇനി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ യു ടേൺ എടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇൻഡിക്കേറ്റർ ആ ഭാഗത്തേക്ക് കൊടുത്തിരിക്കണം. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇവിടെ കുറച്ച് റഫ് റോഡാണ്. ഞാൻ ഇതാ ക്ലച്ച് പോയിട്ട് സെക്കൻഡ് ഗിയർ ആക്കി, പതിയെ ഹാഫ് ക്ലച്ച് ആക്കി വണ്ടി മുന്നിലേക്ക് പോകുന്നു. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ എടുക്കണം. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റോഡിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലവും അല്ലെങ്കിൽ കട്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടാം. ബ്രേക്ക് കൂടെ അപ്ലൈ ചെയ്തിരിക്കണം. ആദ്യം ക്ലച്ച് ചവിട്ടരുത്, ബ്രേക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് ക്ലച്ച് കൂടെ ചവിട്ടാം. ക്ലച്ച് ഫുള്ളായി ചവിട്ടി ഇപ്പോൾ ഗിയർ മാറ്റി ഞാൻ ഹാഫ് ക്ലച്ച് ആക്കി പതിയെ എടുത്താണ്. ആക്ച്വലി ഞാൻ ആക്സിലറേറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ക്ലച്ചൊന്നും ചവിട്ടുന്നില്ല. സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ സൈഡ് ചേർത്തിട്ട് പോകുന്നു. കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് അധികം സ്റ്റിയറിങ് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം, വേറെ വണ്ടി കാണുമ്പം കുറേ സൈഡൊക്കെ ചേർത്ത് സ്റ്റിയറിങ് അങ്ങോട്ടൊക്കെ തിരിക്കേണ്ടി വരും. ഇപ്പോൾ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കുറച്ചൊരു തിരക്കുള്ള ടൗൺ ആണ്. കണ്ടില്ലേ, ഇവിടെ എനിക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തണം എന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്നേ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം. കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുക, വണ്ടിയൊന്നുമില്ല. പതിയെ 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 ചേർത്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ കറക്റ്റായിട്ട് വണ്ടി നിർത്തുക. നോക്കിയാൽ നിങ്ങൾ, ഞാൻ വളരെ കൃത്യമായിട്ട് വണ്ടി നിർത്തി. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടിക്കാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ആരും നിങ്ങളെ ഹോൺ അടിക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും വരികയില്ല. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്